വലിയ പ്രയാസത്തോടെയായിരുന്നു ആദ്യ പ്രസവം. സിസേറിയനായിരുന്നു സൂചിപ്പിക്കുന്നുണ്ട്. ഡോക്ടർ 2 വർഷത്തേക്ക് ഗർഭധാരണം നടത്തരുതെന്നും പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് 1 മാസമായിട്ടും ആർത്തവം കാണാതായപ്പോൾ ഗുളിക കഴിക്കുകയും അങ്ങനെ ഡോക്ടറെ കാണിച്ചു ടെസ്റ്റ് ചെയ്തപ്പോൾ ഗർഭധാരണം ഉള്ളതായി അറിഞ്ഞു. അങ്ങനെ പള്ളിയിലെ ഉസ്താദിനോട് ചോദിച്ചപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശം ഇങ്ങനെ അബോർഷൻ ചെയ്യാനാണെന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് അതിന് കുഴപ്പമില്ല, 4 മാസത്തിന് മുമ്പ് എന്നും പറഞ്ഞു. പിന്നീടാണ് പീസ് റേഡിയോയിൽ നിന്നും പല ചോദ്യോത്തരങ്ങളും മതപരമായ പല പരിപാടികളുമൊക്കെ കേട്ട് തൗഹീദി ആദർശങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഈ വിഷയത്തിൽ ഒരു പ്രയാസം വല്ലാതെ അനുഭവിക്കുന്നു, ഇതിൽ പ്രായശ്ചിത്തം ചെയ്യേണ്ടതുണ്ട് ഇത്തരം അവസ്ഥകളിൽ എന്ന് റേഡിയോയിൽ ഒരു പ്രോഗ്രാമിൽ കേൾക്കാനിടയായി. എന്താണ് പ്രായശ്ചിത്തമായി ചെയ്യേണ്ടത്? 2 മാസം തുടർച്ചയായി നോമ്പ് നോൽക്കാൻ കഴിയില്ല, രോഗിയാണ് എന്നൊക്കെയാണ് അവരുടെ ചോദ്യത്തിൻ്റെ ഉള്ളടക്കം. ഈ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിവാഹം കഴിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം മക്കളുണ്ടാകുക എന്ന് തന്നെയാണല്ലോ. അബോർഷൻ ചെയ്യുന്ന ആളുകൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ മക്കളൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞ് ഇനിയൊരു മക്കളില്ലാത്ത അവസ്ഥ വരുമ്പോൾ എന്തായിരിക്കും, അല്ലെങ്കിൽ മക്കളില്ലാത്ത ആളുകൾ അനുഭവിക്കുന്ന പ്രയാസം അവരൊന്ന് മനസ്സിലാക്കണം. വളരെ നിസ്സാരമായ കാര്യങ്ങൾക്കാണ് അബോർഷൻ നടത്തുന്നത് പലപ്പോഴും. ഒന്നുകിൽ അവിഹിതമായ മാർഗത്തിൽ മക്കളുണ്ടായി കഴിഞ്ഞാൽ, ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ ഉടനെ അബോർഷൻ ചെയ്യും. ഇസ്ലാമികമായി ആ അബോർഷൻ പോലും പാടില്ലാത്തതാണ്. അതല്ലെങ്കിൽ ഒരു കുഞ്ഞ് മുല കുടിക്കുന്ന പ്രായത്തിൽ തന്നെ വീണ്ടും ഗർഭിണിയാവുമ്പോൾ ആളുകൾ എന്ത് പറയും എന്ന് വിചാരിച്ച് അബോർഷൻ ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ സ്കാനിങ് നടത്തിയപ്പോൾ കുഞ്ഞിന് എന്തൊക്കെയോ തകരാറുണ്ട്, അങ്ങനെ പ്രസവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് വലിയ തകരാറുകൾ ഉണ്ട് എന്ന ഒരു ഡോക്ടറുടെ നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അബോർഷൻ നടത്താറുണ്ട്. ഇതൊക്കെ തന്നെ വളരെ ഗുരുതരമായ തെറ്റാണ് എന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ 2-3 ഘട്ടങ്ങളായി നമുക്കിനെ മനസ്സിലാക്കാം. ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, ഫയകൂൻ നുത്ഫത്തൻ 40 യൗമൻ, ആദ്യത്തെ 40 ദിവസം നുത്ഫയായിരിക്കും, ഇന്ദ്രിയത്തുള്ളി പോലെ അല്ലെങ്കിൽ ഭ്രൂണം പോലുള്ള ഒരവസ്ഥയായിരിക്കും. ഈ ഒരവസ്ഥയിൽ പൊതുവെ ഒരു സ്ത്രീ ഗർഭധാരണം ആയിക്കഴിഞ്ഞാൽ, ഗർഭിണി ആയിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും അബോർഷൻ നടത്താൻ പാടില്ല എന്നാണ് അടിസ്ഥാനം. എന്നാൽ ആദ്യ 40 നാളുകളിൽ അവർക്ക് അബോർഷൻ നടത്തേണ്ട ഒരു നിർബന്ധ സാഹചര്യം വന്നു എന്ന് പറഞ്ഞാൽ അത് ഡോക്ടർമാർ പറഞ്ഞു അത് അബോർഷൻ നടത്തിയേ പറ്റൂ, അല്ലെങ്കിൽ ഉമ്മയെ ബാധിക്കും എന്നിത്യാദി കാരണങ്ങൾ പറഞ്ഞു. അതല്ലാതെ ഇനി ധാരാളം കുട്ടികളുണ്ടായ പ്രശ്നമാവും, ദാരിദ്ര്യമാവും, കുട്ടികൾ വളർത്താൻ പ്രയാസമാണ് എന്നതല്ല വിഷയം. അങ്ങനെ ഒരു നിർബന്ധ സാഹചര്യം 40 ദിവസത്തിന് മുമ്പാണ് എങ്കിൽ അവിടെ വേണമെങ്കിൽ അബോർഷൻ നടത്താം എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു. അതേപോലെ തന്നെ 120 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് എങ്കിൽ അത് അബോർഷൻ നടത്തൽ ഗുരുതരമായ പാപമാണ്, തെറ്റാണ്. ഇപ്പോൾ 40 ദിവസം മുതൽ 120 വരെയുള്ള ആ സമയത്താണ്, ദിവസത്തിൻ്റെ ഇടയിലാണ് എങ്കിൽ ഒരു വിദഗ്ധ സമിതി ഡോക്ടർമാർ പറഞ്ഞു അത് ഉമ്മയെ മരണത്തിൽ കലാശിക്കും എന്നൊക്കെ അവസ്ഥ വരുമ്പോൾ ആ ഒരു ഘട്ടത്തിൽ മാത്രം അബോർഷൻ നടത്താം എന്ന് പറഞ്ഞ ആളുകളുണ്ട്, പണ്ഡിതന്മാരുണ്ട്. പലപ്പോഴും കുട്ടികൾ വിരൂപിയായിട്ടോ കുട്ടികൾക്ക് തല വലുതായിട്ടോ ഒക്കെ പ്രസവിക്കപ്പെടും എന്ന് പറഞ്ഞ് അവസാനം റബ്ബിൽ തവക്കുലാക്കി പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ നോർമൽ സ്റ്റേജിൽ വന്ന എത്രയോ സംഭവങ്ങൾ കാണാൻ സാധിക്കും. ഡോക്ടർമാരുടെ ആ നിഗമനങ്ങൾ റബ്ബിനുള്ള തവക്കുലും റബ്ബിനുള്ള ദുആ കൊണ്ടും ഒരുപക്ഷെ മാറ്റിമറിക്കപ്പെട്ടതായി കാണാൻ സാധിക്കും. ഈ എന്തായിരുന്നാലും ശരി, 120 ദിവസം കഴിഞ്ഞാണ്, ഇപ്പോൾ 4 മാസം എന്നല്ലേ 120 ദിവസം എന്ന് പറയുമ്പോൾ, അത് കഴിഞ്ഞാണ് എങ്കിൽ അബോർഷൻ നടത്തുന്നത് അത് ഒരു കുഞ്ഞിനെ കൊല്ലുന്നതിന് സമാനം, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കൊല്ലുന്നതിന് സമാനമാണ്. അതിന് ദിയത്തും കഫാറത്തും വേണം. ദിയ എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ടവൻ്റെ ബന്ധുക്കൾക്ക് കൊടുക്കേണ്ട ബ്ലഡ് മണിയാണ് ദിയ. മറ്റൊന്ന് കഫാർ, അയാൾ ചെയ്യേണ്ട പ്രായശ്ചിത്തമാണ്. ഇത് രണ്ടും ബാധകമാകും എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ദിയ എന്ന് പറയുമ്പോൾ ഒരു അടിമയെ മോചിപ്പിക്കലാണ്. അതിപ്പോൾ ഇന്നത്തെ കാലത്ത്
സാധ്യമല്ലാത്ത മനഃപൂർവ്വം ഈ 4 മാസത്തിന് ശേഷം അബോർഷൻ നടത്തുകയാണെങ്കിൽ അതിന് കഫാറ ചെയ്യേണ്ടതുണ്ട്. അത് ഒരു അടിമയെ മോചിപ്പിക്കലാണ്, അല്ലെങ്കിൽ 2 മാസം തുടർച്ചയായിട്ട് നോമ്പനുഷ്ഠിക്കലാണ്. അത് നോമ്പനുഷ്ഠിക്കാൻ ഒരാൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ അള്ളാഹുലേക്ക് ഇസ്തിഗ്ഫാർ, ഷെയ്ഖ് ഉസൈമീനെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് എന്നാൽ പിന്നീട് 60 പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നൊന്നും ഇവിടെ വന്നിട്ടില്ല. എന്നാൽ ദിഹാറിൻ്റെ റംസാൻ മാസത്തിൽ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽപ്പെട്ട് കഴിഞ്ഞാലൊക്കെ 3ാമത്തെ ഒരു ഓപ്ഷൻ കൂടി കൊടുക്കുന്നുണ്ട്, രണ്ടും കഴിഞ്ഞിട്ടില്ലെങ്കിൽ. എന്നാൽ ഇവിടെ ഇതിനെന്തില്ല, അങ്ങനത്തെ ഒരു കഫാറത്തില്ല. 2 മാസം തുടർച്ചയായിട്ട് നോമ്പ് നോൽക്കുക. അതിന് സാധ്യമല്ല എങ്കിൽ അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ നടത്തുക. അതേപോലെ തന്നെ ദിയ കൊടുക്കേണ്ട, ബ്ലഡ് മണി കൊടുക്കേണ്ടതുണ്ട്. അത് പിന്നെ ഫുഖാക്കളൊക്കെ പറയുന്നത് ഉമ്മയ്ക്ക് എത്രയാണോ ദിയ അതിൻ്റെ 10 എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ 5 ഒട്ടകങ്ങൾ അല്ലെങ്കിൽ 5 ഒട്ടകങ്ങൾക്ക് സമാനമായ ക്യാഷ് എന്ത് ചെയ്യണം, ദിയയായി കൊടുക്കണം. അത് കൊടുക്കേണ്ടത് അവരുടെ അടുത്ത ബന്ധുക്കൾക്ക്. ഉമ്മയാണ് അബോർഷൻ നടത്തുന്നതെങ്കിൽ ഉമ്മ സത്യത്തിൽ കുഞ്ഞിൻ്റെ അവകാശിയാണെങ്കിൽ പോലും കൊലയാളിക്ക് അതിൽ ഒരിക്കലും സ്വത്തുണ്ടായിരിക്കുന്ന, ചുരുങ്ങിയത് ഏതായിരുന്നാലും ശരി, എന്നൊക്കെ മനസ്സിലാകുന്ന അബോർഷൻ നടത്തൽ വളരെ ഗുരുതരമായ തെറ്റ് തന്നെയാണ് എന്നാണ്.